നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. നിപ്പ ഏകോപനങ്ങളിൽ വൻ വീഴ്ച എന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് മന്ത്രി കോഴിക്കോട് എത്തുന്നത്. നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള 43-കാരന്റെ നില ഗുരുതരമായി തുടരുകയാണ്. അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആരോഗ്യമന്ത്രി തന്നെ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. പല കോണുകളിൽ നിന്ന് വിമർശനം വരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു കാലയളവേ ആയുള്ളൂ പുതിയ സർക്കാർ അധികാരത്തിലേറ്റിട്ട്. കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രി ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ നേരിടാൻ പോകുന്നത്? പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികളും എന്തൊക്കെയാണ്? ഗൂഗിൾ ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. അതായത് നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ യാതൊരു പുരോഗമനവുമില്ല. എന്നാൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി അടുത്തിടപെട്ട അദ്ദേഹത്തിന്റെ 3 കുടുംബാംഗങ്ങളുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അതിന്റെ ഫലം ഇന്നലെ ഉച്ചയ്ക്ക് വന്നു. ആ ഫലം നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഈ രോഗിയുമായി അടുത്തിടപെട്ട 77 പേരുടെ ഒരു സമ്പർക്ക പട്ടിക വ്യാഴാഴ്ച ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരുന്നു. വെള്ളിയാഴ്ച അതിനെ തുടർന്ന് ഈ പട്ടികയിൽ 10 പേരെ കൂടി പുതുതായി ഉൾപ്പെടുത്തി. എന്നാൽ ഇന്നലെ ഈ പട്ടികയിൽ 13 പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ. ഇപ്പോൾ ഹയസ്റ്റ് റിസ്കിൽ 4 പേരും ഹൈ റിസ്കിൽ 14 പേരും ലോ റിസ്കിൽ 82 പേരുമാണ് ഉള്ളത്. ആകെ മൊത്തം ഈ സമ്പർക്ക പട്ടികയിൽ 100 പേരാണുള്ളത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഹോം ക്വാറന്റൈനിലാണ്. ഈ കൺട്രോൾ റൂമിൽ നിന്നും ദിവസേന 2 പ്രാവശ്യം വിളിച്ച് ഇവരുടെ കാര്യങ്ങൾ തേടുന്നുണ്ട്. അത് ഈ നിപ്പ സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ഇന്നലെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇന്നലെ അവൾ പരിശോധന നടത്തിയിരുന്നു. കേന്ദ്ര സംഘം ഇന്നും കോഴിക്കോട് തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ നിപ്പയുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്തുകയാണ് ആ സംഘത്തിന്റെ ലക്ഷ്യം. ഇന്നലെ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി എ പി അനിൽകുമാർ ജില്ലയിലെത്തുകയും ജനപ്രതിനിധികളും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നലെ CPM ഈ വിഷയത്തിൽ ഒരു ആരോപണവുമായി രംഗത്തെത്തിയത്. അതായത് ഈ ആരോഗ്യമന്ത്രി ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നില്ല എന്നൊരു ആരോപണമായിരുന്നു. ഏതായാലും ആ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി ഇന്ന് ജില്ലയിൽ എത്തുന്നുണ്ട്. ഇന്ന് 11 മണിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് ജില്ലയിലെത്തും. തുടർന്ന് 11:30 കളക്ടറേറ്റിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജനപ്രതിനിധികളെയും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിൽ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ 12 പേർക്ക് പനിയുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്കാർക്കും തന്നെ നിപ്പയുടെ ലക്ഷണങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖല കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഗോകുൽ ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.